ഞാൻ എൻ്റെ തൈകൾക്ക് കൊടുക്കുന്ന വളത്തിൻ്റെ ചെറിയൊരു വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഇതെന്താ, ചാണകം, നമ്മുടെ കടല പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്കൊക്കെ പൊടിപ്പിച്ചതാട്ടോ. അതങ്ങ് ഒഴിച്ചു കൊടുക്കും. ഞാൻ ആഴ്ചയിൽ തോറും ഒഴിച്ചു കൊടുക്കലുണ്ട്. അപ്പോൾ ഇവന്മാർ പിന്നെ വെറുതെ വിടണ്ട കേട്ടോ. ഒരു കണ്ണിച്ചോരയും കാണിച്ചിട്ട് നല്ല പോലെ നെക്കിയാണ് കൊന്നാൽ മതി. ഇല്ലെങ്കിൽ ഇവന്മാർ ഊട്ടത്തോടെ വന്ന് നശിപ്പിച്ച് അരിപ്പ് പോലെ ആക്കി വെച്ചായിരുന്നു ഈ മത്തൻ കേട്ടോ. പിന്നെ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ അത് അടിച്ചെടുത്താണ് അവന്മാർ ഓടിച്ചാണ് വിട്ടത് കേട്ടോ. അല്ലെങ്കിൽ അവർ പോവില്ല. അങ്ങനെ ഈ ജീവാമൃത് നമ്മളെ മേലിലാകാതെ നോക്കിയാൽ മതി. ഇവർക്കിത് ജീവാമൃതമാണ്, അമൃതമാണിത്. ചെടികൾക്ക് പെട്ടെന്ന് വളർച്ച വരും കേട്ടോ. നമ്മളിത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല പോലെ വളരും. പിന്നെ ഈ മത്തൻ്റെത് നമ്മളിങ്ങനെ വള്ളി നീണ്ടു പോകുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തത് 2-3 ശാഖകളായിട്ട് വന്ന് വേഗം കായും പൂവൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചെയ്ത് കൊടുത്താലേ, മത്തൻ്റെത് പോലെ ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മൾ ആഴ്ച തോറും ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല പോലെ നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികൾക്ക് അത് ദോഷവും ചെയ്യും കേട്ടോ. നമ്മൾ അമൃത എന്ന് പറഞ്ഞിട്ടില്ല, അധികമായ അതും വിഷമാണ്. അപ്പോൾ നല്ല പോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവനിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവന് ചെറിയൊരു പണി നമുക്ക് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ മഴ പെയ്തിട്ട് കാണിച്ചു തരാം. മെയിൽ കേട്ടോ എന്താ ചെയ്യണമെന്നുള്ളത് നമുക്ക് അന്ന് കാണിച്ചു തരാം. ഇതെൻ്റെ അടുത്ത് 2 വർഷമായിട്ടുള്ള മുളകും തൈയാണ്. പിന്നെ ബാക്കി വന്നതെല്ലാം നമ്മൾ തടെടുത്ത് കുമ്മായിട്ട് വെച്ചില്ലേ, അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഒഴിച്ച് കൊടുത്താൽ അതിൽ വളമായിട്ട് മാറിക്കോളും. അപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അണുക്കളെല്ലാം ചത്ത് പോവാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ച് കൊടുത്ത് വളമിട്ട് എപ്പോഴും നമ്മൾ മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, അതിപ്പോൾ അതുപോലെ ഒഴിച്ച് കൊടുത്തപ്പോൾ നല്ല ജീവൻ വെച്ച് വന്നു കേട്ടോ. ചത്ത പോലെ നിൽക്കേനി. അപ്പോൾ അതൊക്കെ ഒഴിച്ചെടുത്തപ്പോൾ നല്ല തളിരിലൊക്കെ വന്ന് 2 വർഷമായിട്ടുള്ള മുളകാണ്. പിന്നെ ഇതിനൊരു ഫംഗസ് വന്നിന്. അപ്പോൾ ഞാൻ സാഫ് അടിച്ചു കൊടുത്ത് ക്ലിയർ ചെയ്ത് വന്നിട്ട്. അപ്പോൾ കണ്ടോ, നമ്മൾ തല നുള്ളി കൊടുത്താൽ ഗുണം കണ്ടോ, മുട്ടിട്ടോ. പിന്നെ അന്ന് നമ്മൾ ക്ലാസ്സിൽ കുത്തി വെച്ച ഇതിന് കണ്ടോ വേര് വന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ഒരു കൂട്ടം ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ നല്ല പോലെ വേര് വന്നില്ല. ഒരാളയിൽ ചീഞ്ഞിട്ടുണ്ട്, അതിന് നമുക്ക് വേഗം മാറ്റണം, അല്ലെങ്കിൽ ഇവർക്കും ആ ചീച്ചിൽ വരും കേട്ടോ. അപ്പോൾ 2 വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും തക്കാളി ഇങ്ങനെ കുത്തി വെച്ചാൽ വേര് വരും എന്നുള്ളത് ഉറപ്പായി കേട്ടോ. അപ്പോൾ വേറെ നമ്മൾ ഒരു പരീക്ഷണം കൂടി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ വിജയിച്ചാൽ കാണിച്ചു തരാം.